ഗൗരവമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ. സ്വർണ്ണക്കടത്ത് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു 2019 മുൻപായിരിക്കുമല്ലോ. അപ്പോൾ 2019 മറ്റേ ചിന്താവിഷ്ടിയായ ശ്യാമളയിൽ പെട്ടെന്നൊരു ദിവസം ശ്രീനിവാസൻ മാലയിട്ട പോലെ അന്ന് വളരെ അതുവരെ സ്വാത്വികനായിരുന്ന പോറ്റി ആ പ്രത്യേക ദിവസത്തിൽ തെറ്റായ വഴിയിലേക്ക് പോയി എന്ന മട്ടിലാണല്ലോ ചിലർ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വന്നത് മുതലുള്ളതെല്ലാം SIT അന്വേഷിക്കേണ്ടതുണ്ട്. 2019 സംഭവം മാത്രമല്ല, ഇതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് SIT അന്വേഷിക്കുമായിരിക്കും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാകുമ്പോൾ ഈ പ്രതികൾ ബെല്ലാരി ഏറ്റവും സുരക്ഷിത മണ്ഡലമായി ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ്. ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായി എല്ലാ സർവേ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ് ഈ സ്വർണം കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഏതെങ്കിലും ഒരു സംഭവത്തിലല്ല, അവിടെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇപ്പോൾ ഹൈക്കോടതിയാണല്ലോ മേൽനോട്ടം. അപ്പോൾ ഞങ്ങൾ അതിനകത്തൊരു അഭിപ്രായം പറയുന്നില്ല. നമ്മൾ കാണുന്നത് SITയെ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു നിയമസഭാ സമ്മേളനം മുഴുവൻ ബഹിഷ്കരിച്ചത്. അതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും SITയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളാരും ചോദിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ പിന്നെ നിയമസഭാ സമ്മേളനത്തിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒന്നും പങ്കെടുക്കാതിരുന്നതിന് വേണ്ടിയായിരുന്നു. അന്നത്തെ മുദ്രാവാക്യം തന്നെ SIT വേണ്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ അതാ എൻ്റെ ധാരണ ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മേൽനോട്ടത്തിലാണോ SIT എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് വലിയ പ്രശ്നമല്ലേ. കാരണം ഇപ്പോൾ ആരെങ്കിലും ഒരാൾ SITയെ വിളിച്ചു എന്നുള്ളത് ആ പ്രതിപക്ഷ നേതാവിൻ്റെ മേൽനോട്ടത്തിലാണോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ SIT? അത് നിങ്ങൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. എന്നിട്ട് ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം എടുക്കുന്നു. അപ്പോൾ ഒരു ജാമ്യാപേക്ഷയിൽ സിംഗിൾ ബെഞ്ച് പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ശരിക്കും ഡിവിഷൻ ബെഞ്ചിൽ അവിശ്വാസം രേഖപ്പെടുത്തില്ലേ ചെയ്യുന്നത്? ഹൈക്കോടതിയുടെ സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതല്ലേ? അത് ആണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അത് ഹൈക്കോടതി തന്നെ പരിശോധിക്കേണ്ട ഭാഗമാണ്.